ല്ലേ അവിടെ ആരാളെ അതൊന്നോട്ടെ ഉള്ളോട്ടല്ലേ വരണ്ടേ ഓടുവാ എന്തോ പണിയുണ്ടാ ശരിക്ക് 7 മണിക്ക് പറഞ്ഞാണ് മനസ്സിലായില്ലേ ഭയങ്കര പഞ്ച്വലായിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് അപ്പൊ ഞങ്ങളുടെ ബിഗ് ബോസ് ഹൗസിലെ താരസുന്ദരിയും സർവോപരി ഞങ്ങൾ റാണിയുമായിട്ടുള്ള ഇങ്ങനൊന്നുമല്ല ആക്ച്വലി ഞങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ വെച്ച് അപ്സര വിളിച്ചോണ്ടിരുന്നത് തള്ള എന്നാണ്. തള്ളക്ക് എല്ലാവിധ ജന്മദിന ഇല്ല ഉണ്ട് ഇല്ല ഞങ്ങൾ നെക്സ്റ്റ് പൊളിയല്ലായിരുന്നോ ഞാൻ സിജോ ചേട്ടൻ അർജുൻ ഗബ്രി നമ്മുടെ നാട്ടിലെ നെക്സ്റ്റ് നമ്മള് ഏറ്റവും മികച്ച ടീമുള്ള അവാർഡൊക്കെ വാങ്ങിച്ച നെക്സ്റ്റ് ഡി അപ്പൊ നമ്മുടെ ബിഗ് ബോസ് മിസ് പറയാം അല്ലേ അപ്പൊ ബിഗ് ബോസ് അതായത് വന്നോ ബിഗ് ബോസ് ബിഗ് ബോസ് ഹൗസിൽ എല്ലാരും വരുന്നേ ഉള്ളൂ അപ്പോ ഏറ്റവും ആദ്യം എത്തിയത് ഞാനാണ് അല്ലേ ആ ഭാഗ്യം അപ്സരയുടെ ബർത്ത്ഡേക്ക് ഏറ്റവും ആദ്യം എത്താനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് നിഷാൻ എത്തി നിഷാൻ എന്നോട് വന്നേ ഞാൻ കൊണ്ടുവന്നു നിഷാനെ കൊണ്ടുവന്നാ ആ ക്രെഡിറ്റ് എനിക്ക് വേണം പണ്ടൊരു ക്രെഡിറ്റ് എനിക്ക് നഷ്ടപ്പെട്ടതിന്റെ ഒരു സംഭവമുണ്ട് എന്താ പറയാനുള്ളത് എന്താ പറയാനുള്ളത് എന്താ പറയാൻ എന്തെങ്കിലും പറ നല്ലതേ പറയില്ല ഒന്നുമില്ല പറയാൻ സന്തോഷം നല്ല ഡ്രസ് നമുക്ക് ഡാൻസിനാലേക്ക് ഡ്രസ് ചെയ്താരാ ഞാൻ പറഞ്ഞു ഞാൻ ചേട്ടൻ പരിചയപ്പെടുത്തിട്ട് ഞാൻ അനീഷേട്ടൻ ദക്ഷിണ അവരെ ഒരുമിച്ച ദക്ഷിണ നന്നായി അടിപൊളിയായിട്ട് ഇപ്പൊ അവരെ പറ്റി പൂശി എന്നെ പറ്റി ചോദിക്കുന്നത് അപ്സരേച്ചി വളരെ നല്ലൊരു വളരെ ഇതാണ് ഇത് അത് വളരെ അപ്സരേച്ചി അടിപൊളിയാണ് ഞാൻ ആദ്യം വിചാരിച്ചു വന്നപ്പോ ഒരാഴ്ച ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് വന്നപ്പോ ഭയങ്കര ചാടിയാണ് അഹങ്കാരം പിടിച്ചൊരു ചേച്ചിയാന്ന് വിചാരിച്ചു പക്ഷെ പറഞ്ഞോ പിന്നെ ആള് ബർത്ത്ഡേ ഇപ്പൊ വിചാരിച്ചു ബർത്ത്ഡേക്ക് കേക്ക് വരെ മുറിക്കാൻ വന്നില്ല ഏട്ടന്റെ അതെ ആ സമയത്തിട്ടാ എന്നിട്ട് വീണ്ടും എനിക്ക് വിഷമായി അപ്പോൾ എന്റെ കുഞ്ഞു മനസ്സ് വേദനിച്ചു പിന്നെ ഞങ്ങൾ അങ്ങനെ കമ്പനി ഞങ്ങളൊരു ടണലിലുണ്ട് ഇപ്പൊ അറിയാലോ അവരുടെ ഉള്ളിൽ പവർ റൂം ഉണ്ട് നെക്സ്റ്റ് ടണല് ടണലിനുള്ളിൽ കയറി അതിന്റെ ഉള്ളിൽ അടിപൊളിയായി കുറച്ച് സംസാരം കുറയ്ക്കേണ്ടതാണ് ഞാൻ പറഞ്ഞ ആൽപ്പിച്ചടി പഠിക്കുക അപ്പൊ ചങ്കള കുത്താണ് അതെ